കേരള കോൺഗ്രസിന്റെ ഏറ്റവും വലിയ പ്രതിസന്ധി PC ജോർജ് ആണെന്നാണല്ലോ വെപ്പ്. PCയെ ചീഫ് വിപ്പ് സ്ഥാനത്ത് നിന്ന് മാറ്റണമെന്നത് ജോസഫ് ഗ്രൂപ്പിന്റെ ആജീവനാന്ത ആഗ്രഹമായിരുന്നു. ഒടുവിൽ മാറ്റാനില്ല, ഒരു കത്തയച്ച് ശാസിച്ചു കളയാം എന്ന് മാണി സാർ തീരുമാനിച്ചു. അങ്ങനെ ജോർജിനെ ഞെട്ടിക്കുന്ന ആ കത്ത് മാണി സാറും ജോസഫും കൂടി അയച്ചു. അത് സിറ്റിംഗ് കഴിഞ്ഞു. PC ജോർജിന് എഴുത്തും കൊടുത്തിട്ടുണ്ട്. അതൊക്കെ ഇനി PC ജോർജിനോട് ചോദിച്ചാൽ എടുത്ത് കൈമാറിയിട്ടുണ്ട്. ഒറിജിനൽ കാണിക്കാൻ സമ്മതിക്കില്ലേ? ഇതാ സമ്മതിച്ചോ? ഇടേ ഇവിടെ മൊട്ടത്തിൽ ആയിക്കോട്ട് നോക്ക സമ്മതിച്ചു. അയ്യോ PC എപ്പോഴും ഇത് തന്നെ. ഇത് എന്താന്ന് വെച്ചാൽ എന്തോ കേരള കോൺഗ്രസ് ഏതാണ്ട് പ്രശ്നമുണ്ടെന്നൊക്കെ വരുത്തി തീർക്കാൻ ചില ആളുകളുടെ ചില കുബുദ്ധുകളുടെ ചില പ്രചരണം നടക്കുകയാണ്. ആ പ്രചരണം നടക്കുന്നതിന്റെ ഭാഗമായി പല കാര്യവും ഞാൻ ആരെയും കുറ്റപ്പെടുത്താനില്ല. കത്ത് കൊടുത്തിട്ടുണ്ട്. ആ കത്തെല്ലാം ഈ കോട്ടയം പ്രസ് ക്ലബിൽ വെച്ച് കത്തെല്ലാം ഡിസ്കസ് ചെയ്യാനല്ലല്ലോ. ഓരോ പാർട്ടിക്കും ഓരോ കാര്യങ്ങൾ കാണും. എല്ലാം പ്രസ് ക്ലബിൽ വന്ന് വിശദീകരിക്കുന്ന ഒരു ശൈലിയൊന്നും ഞങ്ങൾക്കില്ല. പറയട്ടെ, ജോർജിന് കത്ത് കൊടുത്തിട്ടുണ്ട്. അത് ഞങ്ങൾ ആലോചിച്ച് കൊടുത്തിട്ടുള്ളതാണ്. അത് ജോർജ് വായിച്ചു നോക്കിയിട്ടുണ്ട്. ജോർജ് പറഞ്ഞിട്ടുണ്ട്. ആ ജോർജ് അതിന്റെ അടിസ്ഥാനത്തിൽ വേണ്ട കാര്യങ്ങൾ ചെയ്യും. അത് ചെയ്തോ ചെയ്തിട്ടൊന്നും പാർട്ടിയല്ലേ പിന്നീട് നോക്കുന്നത്. അതൊക്കെ പാർട്ടിക്ക് വിട്ടുകൊണ്ടാണ്. ഉന്നതാധികാര സമിതിയിൽ ചർച്ച എടുത്തപ്പോൾ 5 പേരാണ് എനിക്കെതിരെ ആരോപണം ഉന്നയിച്ചത്. അവർ പറഞ്ഞ് ഞാൻ ആരെയും ചീത്ത വിളിക്കുന്നു, കോൺഗ്രസിനെ കുറ്റം പറയുന്നു, UDF-നെ കുറ്റം പറയുന്നു എന്നൊക്കെയാണ് പറഞ്ഞിരുന്നത്. അതിൻ്റെ അടിസ്ഥാനത്തിൽ പാർട്ടി ചെയർമാനും വർക്കിംഗ് ചെയർമാനും ഡെപ്യൂട്ടി ചെയർമാനും വൈസ് ചെയർമാനായ എന്നെ പറ്റി ഇവർ 3 പേരും കൂടെ ആലോചിച്ച് എന്തെങ്കിലും തീരുമാനം എടുക്കാൻ പറഞ്ഞു. അതിൻ്റെ അടിസ്ഥാനത്തിൽ തീരുമാനമെടുത്ത് എന്നെ അറിയിച്ചത് കേരള കോൺഗ്രസിന് അവർ പറഞ്ഞ ആരോപണം എന്നാണ്. ഞാൻ കേരള കോൺഗ്രസിനെ ചീത്ത വിളിക്കുന്നു, UDF-നെ ചീത്ത വിളിക്കുന്നു, വ്യക്തികളെ ആക്രമിക്കുന്നു. അത് 3 ചെയ്യരുത്, അത് നടപ്പാക്കാൻ ശ്രമിക്കണം എന്ന് ഒരു പാർട്ടി എന്തെങ്കിലും എനിക്ക് നൽകാവുന്ന വളരെ മാന്യമായ ഒരു കത്താണ് മാണി സാറും ബഹുമാനപ്പെട്ട PJ ജോസഫും CF തോമസ് സാറും ചേർന്ന് എനിക്ക് നൽകിയിട്ടുള്ളത്. ഈ കത്തിനെ ഞാൻ ബഹുമാനിക്കും, അതാണ് സത്യം. എന്നാൽ മാണി സാറിനൊരു മുന്നറിയിപ്പ് ജോർജിന്റെ വകയായുണ്ട്. കത്തിനെ ബഹുമാനിക്കുന്നു എന്ന് കരുതി ഹെഡ് മാസ്റ്ററും കുട്ടികളും കളിക്കാൻ വന്നാൽ ശരിപ്പെടുത്തി കളയും. മാണി സാർ ഹെഡ് മാസ്റ്റർ ആണെങ്കിൽ നമ്മൾ സഹ അധ്യാപകരാണ്, കുട്ടികളല്ല. അധികം കളിച്ചാൽ പഴയ സെക്കുലർ പാർട്ടി ഉണ്ടാക്കി സ്വയം ഹെഡ് മാസ്റ്റർ ആയി കളയും. ഇത് കേരള കോൺഗ്രസ് പാർട്ടിയിലെ സെക്കുലർ പാർട്ടിയുടെ ആളാണ് PC ജോർജ്. മാണി സാർ മാണി ഗ്രൂപ്പാണ്, CF തോമസും മാണി ഗ്രൂപ്പാണ്, PJ ജോസഫ് ഗ്രൂപ്പാണ്. ഞങ്ങളുടെ പാർട്ടിക്കകത്ത് 3 കക്ഷികൾ യോജിച്ചു ചേർന്നു. അത് നമ്മളെ മനുഷ്യന്റെ ഉൽപ്പത്തിയെ പറ്റി ചിന്തിക്കുന്ന പോലെയാണ് പാർട്ടിയുടെ ഉൽപ്പത്തി. അവിടെ നിന്ന് ഇവിടെ നിന്ന് ആദ്യം ഇവർ വന്നു, അതിങ്ങനെയായി, അതിങ്ങനെയായി, അതിങ്ങനെയായി. അങ്ങനെയൊക്കെ ഉൽപ്പത്തിയിലേക്ക് പോകണ്ട. ഇപ്പൊ കേരള കോൺഗ്രസ് അതിനകത്ത് വല്ലതുണ്ടോ? വേറെ വല്ലതും? ഇതിനകത്ത് ഒരാൾ ഹെഡ് മാസ്റ്ററും ബാക്കിയുള്ളവരെല്ലാം LP സ്കൂൾ സ്റ്റുഡൻസും അല്ല. അതൊരു തെറ്റിദ്ധാരണയൊന്നും ആർക്കും വേണ്ട, മനസ്സിലായല്ലോ. മാണി സാറ് മാത്രം ഹെഡ് മാസ്റ്റർ, ബാക്കിയുള്ളവരെല്ലാം LP സ്കൂൾ കുട്ടികൾ എന്ന് ആരും കരുതേണ്ടതായിട്ടില്ല. മാണി സാർ ഹെഡ് മാസ്റ്ററാണ്, മനസ്സിലായല്ലോ. മാണി സാർ ഹെഡ് മാസ്റ്ററാണ്. ഞങ്ങളൊക്കെ തൊട്ടടുത്തേക്ക് അസിസ്റ്റന്റുമാരാണ്, മനസ്സിലായില്ലേ. അല്ലാതെ LP സ്കൂൾ വിദ്യാർത്ഥികളല്ല. അതിൽ കൂടെ ഒരു മറുപടി അർഹിക്കുന്നില്ല. ഇതിൽ കൂടുതൽ ഒരു കാര്യം ഞാൻ പറയേണ്ടതായിട്ടില്ല. പാർട്ടി എന്ത് പറയുന്നു അത് അതേപടി ശിരസ വഹിക്കുന്ന ഒരു സാധാ പ്രവർത്തകനായി PC ജോർജ് കേരള കോൺഗ്രസ് എമ്മിൻ്റെ മാണി സാർ ചെയർമാനുള്ള പാർട്ടിയുടെ പ്രവർത്തകനായി PC ജോർജ് തുടരും, ഒരു സംശയം വേണ്ട. പക്ഷേ കർഷകരുടെ യുദ്ധം അതിനകത്ത് മുഖം നോക്കാത്ത യുദ്ധമാണ്. പാർട്ടിക്ക് വൈസ് ചെയർമാൻ ഉണ്ടല്ലോ, അത് എന്നെ പറഞ്ഞു. എന്താ ഇല്ല, ഞാനേക്ക് കിടക്കുന്നില്ല. ഞാനിപ്പം 100% പാർട്ടി നേതാക്കന്മാരെ ബഹുമാനിക്കുകയാണ്. ഒന്നാമത് ഇപ്പോൾ ഈ വരുമ്പോഴേ നിങ്ങൾ ഈ PC ഒരു വ്യക്തിയെ മാത്രം ഇങ്ങനെ പറഞ്ഞിട്ടുള്ള കാര്യം ഇതൊക്കെ നമ്മൾ ഞാനൊന്ന് പറഞ്ഞു പോയി റെഫറൻസ്. പിന്നെ എപ്പോഴും അത് തന്നെ ചോദിച്ചിട്ട് കാര്യം വരും. ഇവർ 3 എൻ്റെ നേതാക്കന്മാരാണ്. കാരണം എന്താണെന്ന് വെച്ചാൽ CF തോമസ് സാറ് പുള്ളി പോയ ചങ്ങനാശ്ശേരി മാത്രം കേന്ദ്രീകരിച്ച് പ്രവർത്തിക്കുന്നതൊക്കെ ആരൊക്കെ എന്തൊക്കെ പറഞ്ഞാലും അദ്ദേഹം ചെയർമാനായുള്ള കേരള കോൺഗ്രസ് എമ്മിലാണ് ഞാൻ ചേർന്നത്. അപ്പോൾ എനിക്ക് അദ്ദേഹത്തെ ബഹുമാനിക്കണ്ടേ? ആ ബഹുമാനം ഞാൻ കൊടുക്കും. ഞാൻ കുടുംബത്തിലാണ് പറഞ്ഞത്, അല്ലാതെ റോഡിലല്ല ഇവിടെ പറഞ്ഞത്, മനസ്സിലായി. ഞാൻ മൊത്തം പാർട്ടിക്ക് വേണ്ടിയാ, നന്നാകാൻ വേണ്ടിയാ.
കെ മണി, മിനിസ്റ്റർ ഫോർ ഫിനാൻസ്, ലോ ആൻഡ് ഹൗസിംഗ്, ഗവൺമെന്റ് ഓഫ് കേരള, ചെയർമാൻ കേരള കോൺഗ്രസ് എം. പറഞ്ഞ ഭാഷ മാതൃഭാഷ. അങ്ങനത്തെ ചോദ്യങ്ങളൊക്കെ എന്താ പറയുന്നത്, ഇറോലവന്റ്. ഞാൻ അതിനൊന്നും മറുപടി പറയില്ല. ഈ മൊട്ടത്തലേനെ മൊട്ടത്തലക്കിട്ട് കൊടുക്കില്ല. പാട്ടിൽ ആരെങ്കിലും വേണ്ടെന്ന് പറഞ്ഞാൽ അവനും വിട്ടും. ഉറഞ്ഞു തുള്ളും, ഉറഞ്ഞ് തുള്ളും. മനസ്സിലായില്ലേ? ആരുണ്ടായാലും ഇല്ലേലും ഞാൻ വിട്ടുവീഴ്ചിക്കും. ജോസ് കെ മാണി ജയിച്ചോളൂ, നീ അറിയണം. നീ ജോസ് കെ മാണി ജയിപ്പിക്കാൻ നടക്കല്ലോ. നീ ഇതിന്റെ കാര്യം നോക്ക്. ദൈവം നിങ്ങളെ അനുഗ്രഹിക്കട്ടെ. ഈ ധാർമ്മിക യുദ്ധത്തിന് നിങ്ങളെ മാധ്യമ സുഹൃത്തുക്കൾ ആത്മാർത്ഥമായ സഹായം ഉണ്ടാകണം. എല്ലാം വിമർശിക്കും, എല്ലാം ഉണ്ടാവും. ഈ കാര്യങ്ങൾ വിമർശനങ്ങൾ ഇപ്പൊ പറഞ്ഞത് അതുണ്ടാവും. അത് കേരള കോൺഗ്രസ് പാർട്ടിയുടെ ചെയർമാനും ഡെപ്യൂട്ടി ചെയർമാനും വർക്കിംഗ് ചെയർമാനും പറഞ്ഞ ആ വികാരം ഉൾക്കൊണ്ടുകൊണ്ട് PC ജോർജ് ശക്തമായി പ്രവർത്തിച്ച് മുമ്പോട്ട് പോകും. എന്തായാലും കത്തയച്ചതോടെ PC-യുടെ കാര്യത്തിൽ ഒരു തീരുമാനമായി. ജോസഫ് ഗ്രൂപ്പുകാർക്ക് ആശ്വാസവുമായി കാണും. കത്ത് വായിച്ച് ജോർജ് അമ്മാതിരി പേടിച്ച് കാണുമല്ലോ. കത്തൊക്കെ അയക്കുമ്പോഴേക്കും പുതിയൊരു പ്രണയത്തെക്കുറിച്ചാണ് മാണി സാറിൻ്റെ ആലോചന. CPIM-ന്റെ പ്ലീനത്തിന് പോയ പ്രണയാർദ്രമായ ഓർമ്മ. ലോക്സഭാ തെരഞ്ഞെടുപ്പല്ലേ കടന്നു വരുന്നത്. നമുക്ക് പുതിയ പുതിയ പ്രേമങ്ങൾ നമുക്ക് നടന്നു, അത് കുഴപ്പമൊന്നുമില്ല. എല്ലാവരും നമുക്ക് എപ്പോഴും പ്രേമം എന്ന് പറയുന്നത് സ്നേഹം. കണ്ടിരണ്ട് കണ്ണ് കതകിൻ മറവിൽ നിന്ന് കരിനില കണ്ണുള്ള പെണ്ണ്, കുറുനിര പറക്കണ പെണ്ണ്. അത് നമുക്ക് പാലക്കാട് പോയത്. നമുക്കൊന്നിനോട് ഒരു നിഷേധാത്മകത്വമില്ല. ആപ്പിള് പോലത്തെ കവിള് ആ നോക്കുമ്പം കാലന് കരള്, ആപ്പിള് പോലത്തെ കവിള് ആ നോക്കുമ്പം കാലന് കരള്, പൊന്നിൻ കുടമ്മലെ കുളിക്കുന്നു അല്ലാപ്പിട പോലെ അടിവെത്തിന്റെ കണ്ടിരണ്ട് കണ്ണ് കതകിൻ മറവിൽ നിന്ന് കരിനില കണ്ണുള്ള പെണ്ണ്, കുറുനിര പറത്തണ പെണ്ണ്. കണ്ടിരണ്ട് കണ്ണ്. എല്ലാത്തിന്റെയും നന്മകളെ സ്വാംശീകരിക്കും, ഒന്നിനോടും നിഷേധാത്മകത്വമില്ല. എന്നാലും മുന്നണി മാറില്ല എന്നൊക്കെ ആവർത്തിച്ചു പറയും മാണി സാർ. കിട്ടാനുള്ളതൊക്കെ UDF-ൽ നിന്ന് കിട്ടും വരെ ഈ പ്രണയം തുടരാനാണോ എന്തോ. ഒരിടവേള കൂടി, അത് കഴിഞ്ഞ് വീണ്ടും ഡൽഹി.